അസ്സലാമു അലൈക്കും. അപ്പൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഒന്ന് പുറത്തിറങ്ങിയതാണ്. സുൽത്താൻ വീട്ടിലേക്കാണ് കേട്ടോ ഞങ്ങൾ വന്നത്. അടിപൊളി ഫുഡാണ് സുൽത്താൻ വീട്ടിലെ ഫുഡ്. അപ്പോൾ അവർ അൽഫാം മന്തി കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് മക്കൾ ഇവിടെ കയറിയത് കേട്ടോ. അപ്പോൾ ലെബനൻ അൽഫാം മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഫുഡിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇറച്ചിച്ചോറാണ് കേട്ടോ, ഞാൻ ബീഫ് ബിരിയാണി കഴിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. കാരണം ഞാൻ ഏകദേശം കഴിഞ്ഞ ഉള്ളത്ത് ഇറക്കുന്ന സമയത്ത് കുറച്ച് ബീഫ് കഴിച്ച് തുടങ്ങിയതാണ്. അതിനുശേഷം ആ സമയത്ത് ഒരു ഏകദേശം ഒരു മാസത്തോളം ഇത്തിരിയൊക്കെ കഴിച്ച്, പിന്നെ വല്ലപ്പോഴാണ് കേട്ടോ, വല്ല മാസത്തിലൊരിക്കലൊക്കെയാണ് ബീഫ് വാങ്ങുമ്പോൾ ഒരു ഇത്തിരിയൊക്കെ കഴിക്കും. വല്ല കല്യാണ വീടുകളിലൊക്കെ ചെല്ലുകയാണെങ്കിലും അവിടെ ബീഫ് ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കും. അങ്ങനെ വർഷം ഒരു കുഴപ്പമില്ല കേട്ടോ എനിക്ക്. അപ്പോൾ ഈ ഒരു വർഷം ഞാൻ അതേപോലെ ഉള്ളത്തിൻ്റെ ഇറച്ചി കിട്ടിയിട്ട് ആ തീരുന്ന വരെ കുറേശ്ശെ കഴിച്ചു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ ബീഫ് നിർത്തിയത് കേട്ടോ. എനിക്ക് ചിക്കൻ മുമ്പേ എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ്, ഞാൻ ചിക്കൻ കഴിക്കാറില്ല. അപ്പോൾ നമ്മൾ അൽഫാം മന്തിയൊക്കെ റെഡി ഫുഡൊക്കെ വന്നു കേട്ടോ. അടിപൊളി, കാണാൻ നല്ല മൊഞ്ചുള്ളൊരു അൽഫാം മന്തി ആയിരുന്നു കേട്ടോ. ടേസ്റ്റും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇറച്ചിച്ചോറ് കേട്ടോ ചട്ടിയിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചെന്നത്. ഒരു സാലഡും പിന്നെ അതുപോലെ പുളിങ്കറി ഉണ്ട് കേട്ടോ. ഈന്തപ്പഴത്തിൻ്റെ ഒരു പുളിങ്കറി ഉണ്ട്, അച്ചാറുണ്ട്, പിന്നെ പപ്പടം. അങ്ങനെയാണ് അവർ കൊണ്ടുവന്ന് തന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇറച്ചിച്ചോറ്. അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ എല്ലാവരും നന്നായിട്ട് കഴിച്ചു കേട്ടോ. അങ്ങനെ ഇറച്ചിച്ചോറ് ഞാൻ പകുതി കഴിച്ചുള്ളൂ. ഞാൻ എല്ലാ ഫുഡും കുറച്ചാണ് കഴിക്കൽ. അങ്ങനെ ആ പകുതി ഞാൻ പാഴ്സലായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അവിടെ ഡോക്ടറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മൂനെയും ഐദുവിനെയൊക്കെ നോക്കണ അൻസ് ഡോക്ടർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അൻസ് ഡോക്ടറോടൊക്കെ ഒരുപാട് നേരം ഞങ്ങൾ സംസാരിച്ച് നിന്ന് അമ്മൂൻ്റെ വിശേഷമൊക്കെ പറഞ്ഞ് ഞങ്ങളായിട്ട് ഭയങ്കര കമ്പനിയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഞങ്ങൾ പരിചയമുണ്ട്. അവരെ ഫാമിലി വന്ന് ഫുഡ് കഴിക്കായിരുന്നു ഡോക്ടർ. അപ്പോൾ വാവാക്കും കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. മരുന്നൊക്കെ അമ്മൂന് വാങ്ങിച്ച് കൊണ്ടുപോകാറാണ് ഡോക്ടർ ക്ലിനിക്കിൽ നിന്ന് കേട്ടോ. അപ്പോൾ നല്ല ഇതാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ എല്ലാ കാര്യത്തിനും ഇതാണ്. അങ്ങനെ ഡോക്ടറോടൊക്കെ സംസാരിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ച് പോരാണ് കേട്ടോ.